ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. മേക്കപ്പ് നീക്കം ചെയ്യാതെ ഉറക്കം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ ചർമ്മസുഷിരങ്ങൾ അടയുകയും അത് അനാരോഗ്യകരമായ ചർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ: ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നവ ചെയ്യാനാകും. മേക്കപ്പ് നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളുടെയും സാധനങ്ങളുടെയും പട്ടിക തയ്യാറാക്കാൻ കഴിയും. കൂടാതെ ക്ലയന്റിന്റെ മുഖത്തെ മേക്കപ്പ് നീക്കം ചെയ്യാൻ കഴിയും. മേക്കപ്പ് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും എന്തൊക്കെയെന്ന് നോക്കാം. ഇനി പറയുന്നവയാണ് അവ: ഹെഡ് ബാൻഡ്, കോട്ടൺ പാഡ്, സ്പോഞ്ച്, വേപ്പർ സോൺ, പെട്രോളിയം ജെല്ലി, ടവൽ, ഐ മേക്കപ്പ് റിമൂവർ, ഫേഷ്യൽ മേക്കപ്പ് റിമൂവർ, ടിഷ്യൂ, ഫേസ് ക്ലെൻസർ, ഫേഷ്യൽ സ്ക്രബ്, പിന്നെ മോയ്സ്ചറൈസറും. മേക്കപ്പ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടങ്ങിയ കിറ്റ് വൃത്തിയുള്ളതും സാനിറ്റൈസ് ചെയ്തതുമാണെന്ന് ഉറപ്പാക്കുക. കോട്ടൺ പാഡും ടിഷ്യൂകളും പുതിയതും വൃത്തിയുള്ളതുമായിരിക്കണം. ബൗൾ, ടവൽ, ഹെഡ്ബാൻഡ് എന്നിവ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായി കഴുകി സാനിറ്റൈസ് ചെയ്തവ ആയിരിക്കണം. പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുൻപ് അവ ഉണങ്ങിയതാണെന്ന് ഉറപ്പാക്കുക. ശരിയായി ഉണങ്ങാൻ നല്ല വായുസഞ്ചാരം ആവശ്യമാണ്. പൂപ്പൽ പിടിക്കാൻ ഇടയാകുമെന്നതിനാൽ ഈ പദാർത്ഥങ്ങൾ ഒരിക്കലും നനഞ്ഞ നിലയിൽ സൂക്ഷിക്കരുത്. മേക്കപ്പ് നീക്കം ചെയ്യുന്ന നടപടിക്രമം ആരംഭിക്കുന്നതിന് മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ കഴുകി വൃത്തിയുള്ള തൂവാല കൊണ്ട് തുടച്ച് ഉണക്കുക. മേക്കപ്പ് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വൃത്തിയുള്ള ഗ്ലൗസ് ധരിക്കാനും ശ്രദ്ധിക്കണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മേക്കപ്പ് വ്യത്യസ്തമാണ്. ചില മേക്കപ്പുകൾ കുറച്ച് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാനുള്ള ആവശ്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ആവശ്യം കഴിഞ്ഞാൽ അത് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യണം. ക്ലയന്റിനെ മേക്കപ്പ് ചെയറിൽ സുഖമായി ഇരുത്തുക. മേക്കപ്പ് ചെയ്യേണ്ട ഭാഗം മറയ്ക്കുന്ന എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളും നീക്കം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ആഭരണങ്ങൾ ഒരു പാത്രത്തിലോ ട്രേയിലോ ശേഖരിച്ച് ക്ലയന്റിന് കാണാവുന്ന വിധത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. ക്ലയന്റിനെ ശരിയായ രീതിയിൽ ഇരുത്തുക. തുടർന്ന് മേക്കപ്പ് നീക്കം ചെയ്യേണ്ടുന്ന ഭാഗം മാത്രം കാണാവുന്ന വിധത്തിൽ ക്ലയന്റിനെ സലൂൺ ഗൗൺ ധരിപ്പിക്കുക. ഇത് ക്ലെൻസിംഗ് ഉൽപ്പന്നങ്ങൾ പുരളുന്നതിൽ നിന്നും വെള്ളത്തിൽ നിന്നും ക്ലയന്റിന്റെ വസ്ത്രങ്ങളെ സംരക്ഷിക്കുകയും ക്ലയന്റിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. മേക്കപ്പ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇനി പറയുന്നവയാണ്. ഘട്ടം 1: മുടി കെട്ടുക. ഘട്ടം 2: കണ്ണിന്റെ മേക്കപ്പ് നീക്കുക. ഘട്ടം 3: മുഖം സ്റ്റീം ചെയ്യുക. ഘട്ടം 4: ചുണ്ടിലെ നിറം നീക്കുക. ഘട്ടം 5: മുഖത്തെ മേക്കപ്പ് നീക്കുക. ഘട്ടം 6: മുഖം കഴുകി ഉണക്കുക. ഘട്ടം 7: മുഖം മോയ്സ്ചറൈസ് ചെയ്യുക. ഇനി ഓരോ ഘട്ടവും വിശദമായി നോക്കാം. മേക്കപ്പ് നീക്കം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ക്ലയന്റിന്റെ മുടി കെട്ടി ഒതുക്കി വെക്കുക. ഇതിനായി നിങ്ങൾക്ക് ഒരു ഹെഡ്ബാൻഡോ ടവലോ ഉപയോഗിക്കാം. ഇത് മുടി നനയാതിരിക്കാൻ സഹായിക്കും. ആദ്യം നിങ്ങൾ ഐ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് ഐ ഷാഡോ, കാജൽ, ഐലൈനർ, മസ്കാര തുടങ്ങിയ മേക്കപ്പുകൾ നീക്കം ചെയ്യണം. ഐ മേക്കപ്പ് റിമൂവർ എടുത്തിട്ട് ക്ലയന്റിനോട് കണ്ണുകൾ അടയ്ക്കാൻ ആവശ്യപ്പെടുക. തുടർന്ന് കണ്ണിന്റെ ഭാഗത്ത് ഇത് പുരട്ടിയിട്ട് 2 മിനിറ്റ് കാക്കുക. ഇത് കണ്ണിന്റെ മേക്കപ്പും കൃത്രിമ കൺപീലികൾക്കായി ഉപയോഗിച്ച പശയും നീക്കം ചെയ്യും. ശ്രദ്ധിക്കുക, സാധാരണ മേക്കപ്പ് റിമൂവർ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിനാൽ ഇതിനായി ഐ മേക്കപ്പ് റിമൂവർ മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് കണ്ണിന്റെ മേക്കപ്പ് മെല്ലെ നീക്കം ചെയ്യുക. കണ്ണുകൾ വളരെ മൃദുലമായതിനാൽ മേക്കപ്പ് നീക്കം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഒട്ടും ബലം കൊടുക്കാൻ പാടില്ല. കണ്ണിന്റെ മേക്കപ്പ് നീക്കം ചെയ്യുമ്പോൾ തിരക്ക് കൂട്ടരുതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് കണ്ണുകൾ മൂടുക. വേപ്പർ സോൺ പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖത്തേക്ക് നീരാവി കൊള്ളിക്കുക. ഇത് മുഖത്തെ ചർമ്മസുഷിരങ്ങൾ തുറക്കാനും അഴുക്ക് നീക്കം ചെയ്യാനും സഹായിക്കും. ചുണ്ടിൽ പെട്രോളിയം ജെല്ലി പുരട്ടി 5 മിനിറ്റ് വെക്കുക. ഒരു കോട്ടൺ പാഡ് ഉപയോഗിക്കുക. ചുണ്ടുകളിൽ അമർത്തി തുടച്ചുകൊണ്ട് ചുണ്ടിലെ നിറം നീക്കം ചെയ്യുക.
നിറം പൂർണ്ണമായും പോകുന്നതുവരെ ഈ പ്രക്രിയ തുടരുക. മുഖത്ത് മേക്കപ്പ് റിമൂവർ മെല്ലെ പുരട്ടുക. നനഞ്ഞ കോട്ടൺ പാഡ് ഉപയോഗിച്ച് മൃദുവായി മുകളിലേക്ക് തുടച്ചുകൊണ്ട് മേക്കപ്പ് നീക്കം ചെയ്യുക. ഈ പ്രക്രിയയ്ക്ക് നനഞ്ഞ കോട്ടൺ കമ്പിളിപ്പാടാണ് ഉപയോഗിക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഇത് മേക്കപ്പ് നന്നായി നീക്കം ചെയ്യുക മാത്രമല്ല, ചർമ്മം തൂങ്ങുന്നത് തടയുകയും ചെയ്യുന്നു. മേക്കപ്പ് നീക്കം ചെയ്യുമ്പോൾ കണ്ണിന്റെ ഭാഗങ്ങൾ ഒഴിവാക്കി ചെയ്യാൻ മറക്കരുത്. മുഖത്ത് ഒരു ക്ലെൻസർ പുരട്ടി മുകളിലേക്ക് വൃത്താകൃതിയിൽ മസാജ് ചെയ്തുകൊണ്ട് മേക്കപ്പിന്റെ എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്തു എന്ന് ഉറപ്പാക്കുക. ഇതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക. ആവശ്യമെങ്കിൽ ഒരു ഫേഷ്യൽ സ്ക്രബ് ഉപയോഗിച്ച് മുഖം എക്സ്ഫോളിയേറ്റ് ചെയ്യാം. സ്ക്രബ് ഉപയോഗിച്ച് മുഖം മസാജ് ചെയ്ത ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ ഫേഷ്യൽ സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകിക്കളയുക. ചർമ്മസുഷിരങ്ങൾ അടയ്ക്കുന്നതിന് തണുത്ത വെള്ളം മുഖത്ത് തളിക്കുക. അല്ലെങ്കിൽ റോസ് വാട്ടർ കലർത്തിയ ഐസ് വെള്ളത്തിൽ മുക്കിയ ഒരു വലിയ കഷ്ണം ഫേഷ്യൽ കോട്ടൺ പാഡ് ഉപയോഗിക്കുക. വൃത്തിയുള്ള ഫേഷ്യൽ ടിഷ്യൂ ഉപയോഗിച്ച് ഒപ്പി മുഖം ഉണക്കുക. ഇതിനുശേഷം ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖത്ത് ഫേഷ്യൽ ലോഷൻ പുരട്ടുക. ഇത് ചർമ്മത്തിനാവശ്യമായ പോഷകങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കും. ലോഷൻ പ്രയോഗിച്ചതിന് ശേഷം ഒരു ഫേഷ്യൽ ടിഷ്യൂ ഉപയോഗിച്ച് ഒപ്പി മുഖം ഉണക്കുക. ക്ലയന്റിന്റെ ചർമ്മത്തിന് അനുയോജ്യമായ ഒരു മോയ്സ്ചറൈസർ മുഖത്ത് പുരട്ടുക. മോയ്സ്ചറൈസർ പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുന്നതുവരെ മുഖം മസാജ് ചെയ്യുക. ആരോഗ്യമുള്ളതും തെളിഞ്ഞതുമായ ചർമ്മം നിലനിർത്താൻ ഓരോ മേക്കപ്പിന് ശേഷവും ഈ നടപടിക്രമം കൃത്യമായി പാലിക്കുക. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിന്ന് മേക്കപ്പ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണെന്നും കൂടാതെ മേക്കപ്പ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.